പേരാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയും പടക്കം പൊടിച്ചുമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടുവനാട് ടൗണിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ചാവശ്ശേരി, 19 മൈൽ, ആട്യാലം, ഉളിയിൽ, കീഴൂർക്കുന്ന്, പാലപ്പറമ്പ്, എടക്കാനം തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം ചാളക്കരയിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പടക്കം പൊട്ടിച്ചും പൂക്കൾ നൽകിയുമാണ് സ്ഥാനാർത്ഥിയെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്വീകരിച്ചത്. കനത്ത ചൂടും വെയിലും കണക്കിലെടുക്കാതെ ഓരോ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് KK ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. 19 മൈലിൽ നിന്ന് പഴശ്ശി അണക്കെട്ട് വരെയുള്ള റോഡ് എന്തായിരുന്നു എന്ന അവസ്ഥ അതിമനോഹരമായി മെക്കാഡൻ ടാർ ചെയ്ത് ആ ടൂറിസം കേന്ദ്രത്തിലേക്ക് നമ്മളൊന്ന് എത്തിച്ചു. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ളവർ ഇരിക്കൂർ മണ്ഡലക്കാർ പറഞ്ഞിരുന്നു, ഇവിടെ കൊയിലൂർ വളവ് റോഡ് ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുകയാണ്. എനിക്ക് ഇപ്പുറത്തെ MLA എന്നുള്ള നിലയിൽ ഇവിടെയാണ് ചെയ്യാൻ സാധിക്കുക. പക്ഷെ ഞാനിപ്പോൾ മട്ടന്നൂർ MLA ആയപ്പോൾ പഴശ്ശി അണക്കെട്ടിൽ നിന്ന് കൊയിലൂർ വളവ് വരെ 3 കോടി രൂപ ചെലവാക്കി അത് മെക്കാഡൻ ടാർ ചെയ്യുകയാണ്. നമ്മൾ നന്നായി പരിശ്രമിച്ചാലേ അത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം വരികയുള്ളൂ. കായിക താരങ്ങളുടെ നാടാണ് പേരാവൂർ. ജിമ്മി ജോർജ്, ടിൻഡു ലൂക്ക, മിനിമോൾ ഇവരെല്ലാം പേരാവൂർ മണ്ഡലക്കാരാ. പക്ഷേ ആ കായിക താരങ്ങളോടുള്ള ആദര സൂചകമായി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അത്തരത്തിലുള്ള കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ഒരു സ്പോർട്സ് അക്കാദമിയോ സ്പോർട്സ് കോംപ്ലക്സോ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാനുള്ള പദ്ധതി സമർപ്പിച്ചോ? ഇവിടെ ഒരു പുതിയ പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. 15 വർഷക്കാലം എന്നുള്ളതാണ് ഗവൺമെന്റ് പൊതുവായി ചെയ്യുന്നതെല്ലാം ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിന്റെ വികസനം ഉറപ്പുവരുത്തണം. അതിന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യാനുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനിവിടെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി ഉണ്ടാവണം. നേതാക്കളായ CVN വിജയൻ, അജയൻ പായം, പായം ബാബുരാജ്, K ശ്രീധരൻ, സക്കീർ ഹുസൈൻ, നവ്യ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.